നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് അവർ ഈ ഒരു ടൈമിൽ നിങ്ങളെക്കുറിച്ചിട്ട്, ഈ ഒരു റിലേഷനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, 3 times അവരുടെ നെയിം പറയുക. കുറച്ച് ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്, കുറച്ച് തിരക്കായിപ്പോയി. Ten of Swords, Temperance, 6 of Cups, King of Cups, 7 King of Swords, Knight of Cups. Okay, 6 of Pentacles, Knight of Cups. സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മെയിനായിട്ടും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സയൻസ്, കുറച്ച് സയൻസ് എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, വാട്ടർ സൈനാണ് ഇവിടെ സ്റ്റേബിളായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. വാട്ടർ സൈൻ ഹെവി ആയിട്ട് ആക്റ്റീവാണ്. ദെൻ നമുക്ക് ജെമിനി, ലിബ്ര, അക്വേരിയസ്, ഓക്കെ, എയർ സൈൻ ആക്റ്റീവാണ്. ടോറസ്, വെർഗോ, ക്യാപ്രിക്കോ, എർത്ത് സൈൻ ആക്റ്റീവാണ്. ഓക്കെ, സോ ഇത്രയും സയൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. എനിക്കിവിടെ ഈ ഒരു റീഡിങ്ങിൽ ഈ ഒരു വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് നിങ്ങളോട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ആ ഒരു മിസ്സിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പക്ഷെ അവർ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു മിസ്സിങ്സിനെ, അല്ലെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു എനർജീസിനെ അവർ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്, അവർ സപ്രസ് ചെയ്ത് നിൽക്കുകയാണ് ആ ഒരു എനർജീസിനെ. ലൈക്ക് എന്താ പറയുക, എനിക്കിപ്പം ഈ ഒരു ഇമോഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് നിൽക്കാനായിട്ട് എനിക്കറിയാം, എനിക്കതിന് പറ്റുന്നുണ്ട് എന്നുള്ളൊരു എനർജി. പക്ഷെ ശരിക്കും മിസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ലിറ്ററലി ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ പോയി അങ്ങോട്ടേക്ക് സംസാരിച്ചാലോ, അങ്ങോട്ട് പോയി കണക്റ്റ് ആയാലോ, ഞാൻ എത്രയെന്ന് കരുതിയിട്ടാണ് എൻ്റെ മൈൻഡിനെ കേൾക്കുന്നത്, എത്രയെന്ന് കരുതിയിട്ടാണ് ഞാൻ ലോജിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു വ്യക്തിയോട് പോയി സംസാരിക്കണം എന്നുള്ള മനസ്സ് പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഞാൻ പോയി സംസാരിക്കണം എന്നുള്ളൊരു എനർജീസും ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ വരാറുണ്ട്. ഓക്കെ, സോ എഗെയിൻ ഒരു ചില ടൈമിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കും, ഇത്രയെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ എന്താ പറയുക, ലൈക്ക് ഈ ഒരു സെപ്പറേഷൻ ഫേസ് ആണ് എൻ്റെ ഇന്നർ പീസ് എന്ന് പറഞ്ഞാൽ എത്ര കാലം എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ലല്ലോ. എപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് ഈ റിലേഷനിൽ ഒരു ഈക്വൽ ഗിവൻ്റേക്ക് ചെയ്തേ പറ്റുള്ളൂ, ഈക്വൽ ഗിവൻ്റേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തി. മേ ബി ഇത് നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ റീസെൻ്റായിട്ട് നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ എനർജി പോയിട്ടുണ്ടാവാം. സോ ആ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, എഗെയിൻ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ പറയില്ലേ, ചില മുറിവുകൾ അത് നമ്മുടെ മനസ്സിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മൈൻഡിനെയാണ് യൂസ് ചെയ്യുന്നത്. ആ ട്രോമാസിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്, ഇമോഷൻസിനെ കട്ട് ഓഫ് ചെയ്ത് കളയുന്നുണ്ടാവും. ഓക്കെ, അപ്പം മനുഷ്യരാണ്, എപ്പോഴും ഓരോ പെയിൻസിൽ നിന്നും ഓരോ വ്യക്തികളും ലേൺ ചെയ്യാറുണ്ട്. ചില ആളുകൾ ലേൺ ചെയ്യാറുണ്ട്, ചില ആളുകൾ ലേൺ ചെയ്യാറില്ല. ഓഫ് കോഴ്സ് നമ്മൾ ഒത്തിരിയധികം നമ്മൾ ഹേർട്ടാകപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് ഓരോ മനുഷ്യരും ഇറങ്ങി പോകാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഹേർട്ട് ആയതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു സ്ഥലത്തു നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയത്. നിങ്ങൾ ഇറങ്ങിപ്പോകാനുള്ള ഒരു തൻ്റെയുടെ നിങ്ങളുടെ ഉള്ളിൽ വന്നത് നിങ്ങൾ അത്രയും ഹേർട്ട് ആയതുകൊണ്ടായിരിക്കണം. സെയിം ആ ഒരു വ്യക്തി ഒരു മനുഷ്യനാണ്, അവരുടെ ഉള്ളിലും ഈ ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. മേ ബി നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെയധികം എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലായിരിക്കും ഈ ഒരു കണക്ഷൻ ഉണ്ടായിട്ടുള്ളത്, വളരെ മോശമായിട്ടുള്ള രീതിക്കായിരിക്കും ഈ ഒരു കണക്ഷൻ ഉണ്ടാക്കി കളഞ്ഞിട്ടുള്ളത്. സംടൈംസ് നമ്മളുടെ ട്രസ്റ്റ് അത്രയും ബ്രേക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അവരെ അതുപോലെ സ്നേഹിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വീണ്ടും അവരെ അതുപോലെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അതൊരു വലിയൊരു ടാസ്ക്കാണ് അല്ലേ, വലിയൊരു ടാസ്ക്കാണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ബിഗ് ടാസ്ക്. ആ ഒരു എനർജിയിലാണ് ഇവിടെ ഈ ഒരു വ്യക്തി എനിക്ക് കാണാൻ പറ്റുന്നത്. ലൈക്ക് എന്തോ ഒരു
അത്രയും ആഴത്തിലൊരു മുറിവ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കേ അറിയുള്ളൂ എന്താണ് എക്സാക്ട് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഓരോ വ്യക്തികളും ഹേർട്ട് ആവുന്ന ഡിഫറെൻറ്റ് വേയിലാണ് അല്ലേ. ചിലർക്ക് ചില കാര്യങ്ങളും പറയുമ്പോൾ ഹേർട്ടാവും, ചിലർക്ക് ചില ആക്ഷൻസ് ആയിരിക്കും ഹേർട്ട് ചെയ്യുന്നത്. സോ എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി ഹേർട്ടായെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങളത് മനസ്സിലാക്കുക. സോ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഹേർട്ടാണ്, അറ്റ് ദ സെയിം ടൈം ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ചില ടൈമിൽ ഹേർട്ടും ഇമോഷൻസും രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, എനർജീസ് അടിപൊളിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് ലൈക്ക് ഈ ഒരു കണക്ഷൻ എൻഡായി, ഈ ഒരു വ്യക്തി എൻഡായി, ഈ ഒരു വ്യക്തിന് തിരിച്ചു വരത്തില്ല. മേ ബി ഫോർ സം ഓഫ് ഇവിടെ ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്ട്സ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക്. ചില ആളുകൾക്ക് വന്നും പോയി ഒരു വ്യക്തി നിൽക്കുന്നുണ്ടാവാം. ഇനി നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ടൈമിൽ വന്നും പോയി നിൽക്കുന്നുണ്ടാവും. ഈ വന്നും പോയി നിൽക്കുന്ന ടൈമിലും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ഈ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുമായിട്ട് കണക്റ്റായി വരുന്നുള്ളതും കണക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ എൻ്റെ സ്പെസിഫിക് പേഴ്സൺ വന്നു, പക്ഷെ ആൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല. അപ്പം എന്താ പറയുക, അതിന് മെയിനായിട്ടും ഈ ട്രസ്റ്റ് ഇഷ്യൂസ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം. അത്രയും ഡീപ്പായിട്ടുള്ളൊരു വൂൺസ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം. ഓക്കെ, മേ ബി ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഇടയിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ്സ് ആണ് സംഭവിച്ചത്. ചിലപ്പോൾ നിങ്ങൾക്കും അത് പെയിൻഫുള്ളാണ്, നിങ്ങളുടെ പാർട്ട്ണറിനും പെയിൻഫുള്ളാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കമൻറ്റ് സെക്ഷനിൽ എഴുതുന്നുണ്ടാവും, അയ്യോ അയാൾക്ക് എങ്ങനെയാണ് പെയിൻഫുൾ ആകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എല്ലാവരും ഒരു മനുഷ്യനല്ലേ, നമുക്ക് ഒരു വ്യക്തിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ലയോ. അവർക്കൊരു ഫീലിങ്സ് ഇല്ല, അവർക്കൊരു ഇമോഷൻസ് ഇല്ല. മേ ബി നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അങ്ങനെ ആവണം എന്നില്ല. പക്ഷെ എന്ന് വെച്ചാൽ അവർക്ക് ഹൃദയമില്ല, അവർ ചിന്തിക്കുന്നില്ല, അവർക്ക് സ്നേഹമില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പലരും ഇങ്ങനെ അതുപോലെ ഹേർട്ട്ലെസ് ആണ്, അയാൾക്ക് ഒരു മനുഷ്യത്വവും ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെ. നമുക്കൊരു വ്യക്തിനെ അങ്ങനെ ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം, ഓക്കെ ആൾ അതുപോലെ ഒരു കർമ്മം ചെയ്തിട്ടുണ്ടാവണം, ശരിയായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയും ഹേർട്ട്ലെസ് അല്ല, ഒരു വ്യക്തിയും ഹൃദയമില്ലാത്ത ഒരാളല്ല. അവരുടെ ഉള്ളിലത് ഉണ്ടാവും, പക്ഷെ അതവർ ഹൈഡ് ചെയ്ത് വെക്കാൻ അത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അത്രയ്ക്കും ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തിയായിട്ടായിരിക്കാം. ആ ഒരു വ്യക്തിക്ക് ആ ഒരു പെയിനെ കവർ ചെയ്ത് നിങ്ങളുടെ, അത് വലിയൊരു ക്വാളിറ്റിയാണ്. ഒരു ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് കവർ ചെയ്ത് നമുക്ക് ഒരാളുടെ മുന്നിൽ നിൽക്കാം, എനിക്കൊന്നുമില്ല അന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ക്വാളിറ്റിയാണ്. മേ ബി അത്രയും ഹൈലി ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളൊരു, അതെനിക്ക് ഓൾറെഡി ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഡസൻറ്റ് മാറ്റർ ഇറ്റ്സ് എ മെയിൽ ഓർ ഫീമെയിൽ, മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഇമോഷണൽ ഇൻ്റലിജൻസ് നിങ്ങളുടെ വ്യക്തിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. യുനോ, എല്ലാവർക്കും ആ ഒരു ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇപ്പം നിങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് മെയിനായിട്ടും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അങ്ങോട്ട് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെ കമ്പയർ ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകും. ഇവർ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ അൺമാരീഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അവരോടാണ് ഇഷ്ടം, എന്നോട് ഇഷ്ടമില്ല, ഞാൻ അങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ തന്നെ കമ്പയർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് അത്ര ക്യാഷ് ഉണ്ട്, നിങ്ങൾ വളരെ ക്യാഷ് ഉള്ളൊരു വ്യക്തിയാണ്, എനിക്ക് ക്യാഷ് ഇല്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വലിയ പൊസിഷൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഇടയിൽ കമ്പാരിസൺസ് ഉണ്ടാവാറുണ്ട് പല കാര്യങ്ങളിലും, മനസ്സിലായോ. സോ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സോ ആ ഒരു കമ്പാരിസൺ ഇനിയും ഉണ്ടാകും എന്നുള്ളൊരു ഫീൽ ആൾ ചിന്തിക്കുന്നുണ്ട്. ലൈക്ക് ഓക്കെ, ഇതങ്ങനെ ഇനിയിപ്പോൾ ഇത്രയും വലിയൊരു ഹാർഡ്ഷിപ്പിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നതിലും ഭേദം അനങ്ങാതിരിക്കുന്നതാണ്, മിണ്ടാതിരിക്കുന്നതാണ്. അതാണ് ഏറ്റവും ബെറ്റർ. ഇത് എങ്ങനെയാണോ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ആൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇമോഷൻസുമായിട്ട്, മനസ്സിലായി. മൈൻഡും ഹേർട്ടിൻ്റെ ഇമോഷൻസ് തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം ഡിവൈൻ അല്ല, യൂണിവേഴ്സ്, ദൈവം എന്താണോ വിചാരിക്കുന്നത് അത് ഈ റിലേഷനിൽ നടക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാനും ക്ഷമയോട് കൂടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ദൈവം വിചാരിക്കുന്ന കാര്യം എന്താണോ അത് നടക്കട്ടെ. ഞാൻ എപ്പോഴും അക്സെപ്റ്റൻസ് എനർജിയിൽ നിൽക്കുകയാണ്. അക്സെപ്റ്റൻസ് മീൻസ് റിസീവിങ് എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഒരു ടൈമിൽ ഇവിടെ നിൽക്കുന്നത്. ക്ഷമയോടുകൂടി വെയിറ്റിങ്ങിലാണ് പുള്ളിക്കാരനും അല്ലെ ലേഡിയും. നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ മെയിലാണെങ്കിലും ഫീമെയിലാണ്, അവരും ക്ഷമയോടുകൂടി വെയിറ്റിങ്ങിലാണ് എന്താണ് നെക്സ്റ്റ് കണക്ഷനിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് ആ ഒരു ഇൻഡ്യൂഷൻ കിട്ടി, പാസ്റ്റ് ലൈഫ് കണക്ഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാർഡ് കണ്ടുകൊണ്ട് നമ്മളങ്ങനെ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇത് ഡയറക്റ്റ് പാസ്റ്റ് ലൈഫിൻ്റെ കാർഡ് ഇപ്പോൾ ഇതാ വന്നു. സി ഓ എന്നാ അല്ലേ, അടിപൊളി എനർജിയാണ് കേട്ടോ. നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് അത്രയും നിങ്ങൾക്ക്
ഓടണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ അറിയാത്തൊരു കാര്യമല്ല. നിങ്ങൾ സ്പെഷ്യലാണ്, നിങ്ങൾ തമ്മിൽ എന്തോ സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടെന്ന് അറിയാത്ത ആൾക്കറിയാം. നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് വളരെ സ്പെഷ്യലാണ്, എന്തോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് ആൾക്കും അറിയാം. അതുകൊണ്ട് ആൾ വിചാരിക്കുകയാണ് ഇത് എന്തായാലും ദൈവമാണ് ഈ ഒരു കണക്ഷനെ റൂൾ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ബാക്കി എന്താണെന്ന് വെച്ചാൽ ദൈവം ചെയ്യട്ടെ. ദൈവം എന്ത് ഈ ഒരു കണക്ഷൻ്റെ കാര്യത്തിൽ തീരുമാനിച്ചാലും അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ആളിവിടെ നിൽക്കുന്നത്. എനിക്കറിയില്ല ഇപ്പോൾ ഈ റീഡിങ് കാണുമ്പോൾ എത്ര പേർക്ക് ദഹിക്കും എന്നുള്ളത്, പക്ഷേ ഇതാണ് റിയാലിറ്റി കേട്ടോ. റീഡിങ്സിൽ എനിക്ക് ഈ ഒരു എനർജിയാണ് ആളുടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി എനിക്കത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ഇവിടെ പാർട്ടിസിപ്പേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൈക്ക് ഇവിടെ എന്താ പറയുക, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ബാലൻസ് ഇല്ലാതെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞൊരു ധാരണയിലെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു വഴക്കാവും, പ്രശ്നങ്ങളാവും, പിന്നെ കോൺഫ്ലിക്റ്റ് ആവും, ഈഗോ ഹേർട്ടാവും, പിന്നെ ഓട്ടമാണ് രണ്ടുപേരും. ഒരാളല്ലേ ഓടും, അല്ല രണ്ടുപേരും ഓടും, രണ്ടുപേരും ഓടാൻ ശ്രമിക്കും. ഈ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ലൈക്ക് ഒരാൾ ഭയങ്കരമായിട്ട് മെച്യൂർ, നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ വളരെ മെച്യൂറാണ്. അവരെല്ലാ കാര്യങ്ങളും വളരെ പ്രാക്ടിക്കലായിട്ടും മെച്യൂറായിട്ടുമാണ് നോക്കുന്നുള്ളത്. പക്ഷെ നിങ്ങളെപ്പോഴും ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് കാര്യങ്ങളെ മനസ്സിലാക്കും, നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടാവില്ല, അല്ലെ കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും അവർ മാരിഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒത്തിരിയധികം, നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ ഒത്തിരിയധികം റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു വ്യക്തിയാണ്. ഒത്തിരിയധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ആൾക്ക്. ഈ ഒരു റിലേഷൻ മാത്രമല്ല, അവർക്ക് ഫാമിലി ഉണ്ട്, അല്ലാതെ വേറെ എന്തൊക്കെയോ ഇഷ്യൂസ് ഈ ഒരു വ്യക്തിക്കുണ്ട്. നിങ്ങൾ മാത്രമല്ല ഒരു ആളുടെ ഒരു എന്താ പറയുക, അത് നിങ്ങൾ മാത്രമല്ല പ്രയോറിറ്റി. അവർക്ക് ഫാമിലി ഉണ്ടാവാം, അവരുടേതായിട്ടുള്ള പ്രയോറിറ്റി ജോബ് ആയിരിക്കാം, മേ ബി. ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണിത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു കണക്ഷനും കൊണ്ട് അവർ പോകുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാനും അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിൽ ആ ഒരു വ്യക്തിയെയും കുറ്റം പറയാൻ പറ്റുന്നത് അവർ നിങ്ങളെടുത്ത് പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ഇതായിരിക്കും എൻ്റെ പ്രശ്നം, ഇതാണ് എൻ്റെ പ്രശ്നം. അത് പറയാനായിട്ട് നിങ്ങളും അവസരം കൊടുക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഇമോഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ആൾക്ക് നിങ്ങളോടൊന്ന് ഓപ്പണപ്പ് ആവാനായിട്ട്, ഓപ്പണായിട്ട് എൻ്റെ അവസ്ഥ ഇതാണ് എന്നാലും നിങ്ങളോടത് പറഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസും ഫീലിങ്സും വെച്ചിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല. അവരുടെ കൂടെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. മനസ്സിലായോ? എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ആൾ പറയുന്നുണ്ട്, ആളുടെ മേ ബി പറയുന്നുണ്ടാവാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൻ്റെ അവസ്ഥ എന്താണെന്ന്, അവരുടെ ഫാമിലിയിലെ അവസ്ഥ എന്താണ്, അവരുടെ റെസ്പോൺസിബിൾ ശരിക്കുമുള്ള അവരുടെ സിറ്റുവേഷൻസ് റിയൽ ലൈഫിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. അതൊരു അവയർനെസ്സാണ്. ആ ഒരു മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ സ്നേഹിക്കുമ്പോൾ എപ്പോഴും സെൽഫിഷ് ആണല്ലോ. നിങ്ങൾക്ക് നിങ്ങളെ കെയർ ചെയ്യുന്നില്ല, നിങ്ങളെ ലവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു എനർജി പരാതിയാണ് നിങ്ങൾക്കുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ ഒരു വ്യക്തിയുടെ ഭാഗം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവർ ശരിക്കും ഈ ഒരു അവസ്ഥയിലാണ്. കണ്ടില്ലേ എത്ര ബേർഡൻസ് ആണ്. ആ ഒരു വ്യക്തി ഭയങ്കര ടയേർഡാണ് മൊത്തത്തിൽ. കണ്ടില്ലേ ഭയങ്കരമായിട്ട് ടയേർഡാണ്. ആൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും അറിയില്ല. ആ ഒരു അവസ്ഥയിൽ, ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ ഈ ഒരു ടൈമിലുള്ളത്. ഇതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ കിടന്നിട്ട് ഓരോരോ കമ്പാരിസൺസും കാര്യങ്ങളും വഴക്കും പ്രശ്നങ്ങളും റിലേഷനിൽ ഉണ്ടാക്കുന്നത്. അപ്പം ഉള്ള മെൻ്റൽ പീസും കൂടി പോകുമ്പോൾ ആൾ വിചാരിക്കും ഇതിവിടെ കൊണ്ട് കട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ കുറച്ചെങ്കിലും സമാധാനം കിട്ടും, എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങളുടെ അടുത്ത് ഓടി വരുന്നത്. അപ്പം നിങ്ങൾ അവിടെ നിന്ന് ബാക്കിയും കൂടി അവരുടെ ശവത്തിൽ കുത്തി വിടുന്നുണ്ടാവും. അപ്പം അതും കൂടി ആകുമ്പോൾ ആൾ വിചാരിക്കും ഇതെങ്കിൽ ഇത് എന്താണെന്ന് വെച്ചാൽ ദൈവം തീരുമാനിക്കട്ടെ, വേറെ ഓപ്ഷൻ ഇല്ല ആളുടെ മുന്നിൽ. ആൾ അത്രയും ടയേർഡായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ബട്ട് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ലെറ്റ് മീ ചെക്ക് വൈ ഹിയർ ഈസ് വീൽ ഓഫ് ഫോർച്യൂൺ, വൈ ദിസ് കാർഡ്. നിങ്ങൾക്ക് എല്ലാത്തിനും ഉള്ള ക്ലാരിറ്റി കിട്ടും മുന്നോട്ട് പോകുന്ന ടൈമിൽ. ഇപ്പം നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കാം, എന്താണ് എക്സാക്റ്റ് അവരുടെ ലൈഫിൽ നടക്കുന്നത്, എന്തുകൊണ്ടാണ് ആളിങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം. പക്ഷേ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾക്ക് റിലേഷനിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഒരു വ്യക്തി തരും, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കൊണ്ടുതരും. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ക്ലാരിറ്റി തരും, അല്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ക്ലാരിറ്റി കൊണ്ടുവരും. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും നിങ്ങൾക്ക് ഇപ്പോൾ മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായിരിക്കാം, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുള്ളത്. അപ്പോൾ ആ മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. നിങ്ങൾക്ക് ഒരു ടൈം വരുമ്പോൾ നിങ്ങൾക്ക് ഇറ്റ്സെൽഫ് നിങ്ങളുടെ മൈൻഡ് കൂളും കാമും ആവുമ്പോൾ, നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ബാലൻസ്ഡ് ആവുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വഴി നിങ്ങൾക്ക് അവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു അവയർനെസ്സിലേക്ക് വരാൻ പറ്റും.
ഓക്കെ. സോ അവർ എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെല്ലൈക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. പിന്നെന്താണ്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോഴേക്കും ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോഴായിരിക്കും നമ്മളിടുന്ന റീഡിങ്സ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടാവുക. ആർക്കെങ്കിലും എന്തെങ്കിലും ടോപ്പിക്സ് റീഡിങ്സ് കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് കമൻറ്റിൽ ഇടാവുന്നതാണ് കേട്ടോ. താങ്ക് യു.